ഹലോ ഗേസ്, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. നമ്മുടെ കാശ്മീർ ട്രിപ്പിൻ്റെ ഡേ 1 ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടുന്ന് നൈറ്റാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ കാശ്മീരോട്ട് പോയി അടിച്ച് പൊളിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാലത്തെ ഡ്രീമാണ് കാശ്മീർ പോകണം, മഞ്ഞ് കാണണം എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മൾ കാശ്മീർ വിടാൻ പോവാണ്. അപ്പം കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നൈസാണ്. ഞാൻ ഫ്ലൈറ്റിൽ ഫസ്റ്റ് ടൈമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ പുറത്ത് നല്ല ചെടികളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തേപ്പുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് എൻ്റർ ആവാൻ ഫീസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ബസ്സിലായതുകൊണ്ട് അറിയത്തില്ല. കുറേ വണ്ടിയൊക്കെ വരുന്നു. പിന്നെന്താ ഇവിടെ കുറച്ച് എയർ ഹോസ്റ്റസ് പ്രവർത്തകരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല വിശപ്പുള്ളതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് പോയി കുറച്ച് മുട്ട പപ്സ് ഏത്തക്കാപ്പൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് 9:30 ആയതുകൊണ്ട് നല്ല പോസ്റ്റ് ഉണ്ട്. കുറച്ച് ടൈം എടുക്കും അകത്തോടെ കയറ്റി വിടാൻ എന്നൊക്കെ അവർ പറയുന്നത്. കുറച്ച് ടൈം എടുക്കും. നമുക്ക് അകത്തോട്ടുള്ള കാഴ്ചകൾ അങ്ങ് കണ്ടു തീർക്കാം. പുറത്ത് നമ്മുടെ ടിക്കറ്റും പാസ്പോർട്ടും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അകത്തോട്ട് കയറി നമ്മുടെ ടിക്കറ്റും പാസ്പോർട്ടും ഒക്കെ ചോദിച്ച് അപ്പം അത് കാണിച്ച് അതിന് നമ്മൾ എൻ്റർ ആയിട്ടുണ്ട്. നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കാൻ പോവാണ്. ഗെയ്സ്, നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുവാണ്. ഇവിടെ നല്ല ക്യൂ ഉണ്ട്. മിക്കവാറും കുറച്ച് നേരം നിൽക്കേണ്ടി വരും. അവിടെ കുറച്ച് പരസ്യങ്ങളൊക്കെ കൊടുക്കുന്ന വലിയൊരു ബോർഡൊക്കെ കാണാം. നല്ലൊരു കാര്യമാണ്, കാരണം അവിടെ വെച്ചാൽ എല്ലാവർക്കും കാണാൻ പറ്റും. നല്ലൊരു അഡ്വർടൈസ്മെന്റ് സിസ്റ്റമാണ് അവിടെ കാണുന്നത്. രണ്ട് സായിപ്പന്മാരെ ഇന്ന് എന്തൊക്കെയോ നിഗൂഢമായി പ്ലാൻ ചെയ്യുന്നുണ്ട്. എയർ ഇന്ത്യ വിലക്ക് മേടിക്കാൻ വല്ല പ്ലാനുണ്ടോ എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. നമുക്കറിയത്തില്ല. ഗേസ്, എൻ്റെ ബോർഡിംഗ് പാസ് കിട്ടിയപ്പോൾ ഇനി ഞാൻ മുകളിലോട്ട് പോയിട്ട് ബോഡി ചെക്കും അതേപോലെ തന്നെ നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യണം, ഹാൻഡ് ബാഗൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. ഗേസ്, എക്സ്കവേറ്റർ മുകളിൽ പോയിട്ട് വേണം നമ്മുടെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിയാനായിട്ട്. ഇവിടെ ഒരുപാട് ചെക്ക് ചെയ്യുന്ന ഗേറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാണ്ട് പോവാണ്. അപ്പോൾ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗേറ്റ് കണ്ടുപിടിക്കാനുള്ള ഓട്ടമാണ്. ഗേറ്റ് 7 ആണെന്ന് പറഞ്ഞത്. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടാന്ന്. 1, 2 ഒക്കെ കാണുന്നുണ്ട്. അങ്ങോട്ട് നാളെ നോക്കാം. അങ്ങോട്ട് ഇനി എങ്ങനെയാണെന്നോ ഗേസ്. അങ്ങനെ നമ്മൾ ഗേറ്റ് 6 എത്തിയിട്ടുണ്ട്. ഇനി 7 നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് ഇവിടെ ആരും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഗേസ്, അങ്ങനെ നമ്മളൊരു സൈഡ് സീറ്റിലോട്ട് വന്നിരിപ്പുണ്ട്. നല്ല ഗ്ലാസ് ഇട്ടേക്കാണ്. അതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് പ്ലെയിനൊക്കെ ടേക്ക് ഓഫ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഫ്ലൈറ്റ് 9 മണിക്കായതുകൊണ്ട് അതിന് നല്ല ലാഗ് ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ചേരം കൂടി ഇരുന്നേ പറ്റത്തുള്ളൂ. എനിക്കിങ്ങനെ ഇരിക്കുന്നതെന്ന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാലും നമുക്ക് ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ അത് കറങ്ങി കാണാം. യഥാർത്ഥത്തിൽ ഒരു മാള് പോലെ ഉണ്ട്, ഒരു ഷോപ്പിംഗ് മാള് പോലെ ഫീൽ ചെയ്യുന്നു. ഫ്ലൈറ്റിന് ടൈം ഇതുവരെ ആയിട്ടില്ല. ഇനി 2 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. എൻ്റെ സായിപ്പന്മാർ നടന്നൊരു നാണം. അവർ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയാണ്, ഈ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ. മലയാളികളാരും അങ്ങനത്തെ കയറുന്നതൊക്കെ തോന്നുന്നില്ല. ട്രാവലിനകത്തും നല്ല ബ്രാൻഡായിട്ടുള്ള ഐറ്റംസ് ആണ് കിട്ടുന്നത്. എയർപോർട്ട് ക്ലീൻ ചെയ്യുന്ന വിഷയമാണെന്ന് തോന്നുന്നു. വണ്ടിക്കകത്ത് വന്നാൽ ക്ലീൻ ചെയ്യുന്നു. ഒരു പെട്ടെന്ന് ക്ലീൻ ചെയ്യാനുള്ള ആക്സസിന് വേണ്ടി വരുന്നു. ഇത് സ്പാങ്ങാണെന്നാണ് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും ഒന്ന് റിലാക്സ് ആവുന്നതിൻ്റെ സ്ഥലമാണെന്ന് തോന്നുന്നു. ഫ്ലൈറ്റുകളൊക്കെ എപ്പോൾ വരും അതിനകത്ത് കാണിക്കുന്നുണ്ട്. ബംഗളൂരു, മുംബൈ, പൂനെ, ചെന്നൈ കുറേ ഫ്ലൈറ്റൊക്കെ കാണിക്കുന്നുണ്ട്.
ദോശ ദോശ സ്പെഷ്യൽ ഷോപ്പാണ് വരുന്നത്. ദോശ മാത്രം കിട്ടുന്നൊരു സ്പെഷ്യൽ ഷോപ്പാണ് തോന്നുന്നു. ഓ, ഇത് കൊള്ളാം കേട്ടോ. ഭയങ്കര അട്രാക്ഷനാണ് ഇവിടെ. ഞാൻ നടക്കുമ്പോൾ നല്ല അട്രാക്റ്റീവായിട്ട് ആൾക്കാരെ സാധനങ്ങൾ മേടിക്കാൻ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. നേരത്തെ പറഞ്ഞ അയ്യപ്പന്മാരിഷ്ടം പോലെ നമ്മുടെ അയ്യപ്പന്മാരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല കണ്ണാടിയൊക്കെ നമ്മൾ പറയാനുണ്ട്. കണ്ണാടിയുടെ ഷോപ്പ്. യെസ്, നമ്മളപ്പം ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. ലോഞ്ച് പാടി വന്നിരുന്ന് നമുക്കപ്പം ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട്, യുണീക്ക് ടീംസ്. അപ്പോൾ ഈ ബുക്ക് നമ്മൾ കുറച്ച് നേരം വായിച്ച് റെസ്റ്റ് ചെയ്ത് ഫ്ലൈറ്റ് വരുമ്പോൾ കയറിപ്പോകാന്നുള്ള പ്ലാനിലാണ്. നമുക്ക് എന്താണെന്നറിയത്തില്ല, നമുക്ക് ഒരിടത്ത് ഇരിക്കാൻ വലിയ പാടാണ്. നമ്മൾ കുറേ സാധനങ്ങളുടെ വിലയൊക്കെ നോക്കി ഇങ്ങനെ നടക്കും. നമ്മുടെ ഫ്ലൈറ്റിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ബോർഡിംഗ് നമ്പർ 7 ആയിരുന്നു, ഇപ്പം ഗേറ്റ് നമ്പർ 2 മാറ്റിയിട്ടുണ്ട്. ബോർഡിംഗ് അല്ല, ഗേറ്റ്. ഇപ്പം അവിടെ ഇങ്ങനെ എത്തിക്കുകയാണ്. ഇവിടെ സോൺ എയിലുള്ള ആൾക്കാരെ വിളിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സോൺ ബി ആണ്. ദിവസം നമ്മുടെ അവിടുത്തെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഡ്രീമായിട്ടുള്ള ഫ്ലൈറ്റിലോട്ട് കയറുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. നമ്മൾ അങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി എയർ ഹോസ്റ്റസിനെ കാണാൻ പറ്റും. എയർ ഹോസ്റ്റസ്. ഓ, നമ്മളങ്ങനെ ഫ്ലൈറ്റ് കയറി നമ്മുടെ സീറ്റിലിരുന്നപ്പോൾ ഉണ്ട് അത് ഫുഡൊക്കെ കഴിക്കുന്ന ചെറിയ ഒരു സീറ്റിൽ തന്നെ ടേബിളും കാര്യങ്ങളും പിന്നെ ഫോൺ വെക്കുന്ന സ്റ്റാൻഡ് എല്ലാം ഉണ്ട്. പൈലറ്റിന്റെ ഇൻഫർമേഷൻ ഒക്കെ കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പൈലറ്റിന്റെ വാക്കൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മള് പറക്കാനായിട്ട്. പ്ലെയിൻ ഇപ്പൊ ട്രാക്കിലോട്ട് എടുത്തിടുവാണ്. പിന്നെ ഇവിടെ എയർ ഹോസ്റ്റസ് നമുക്ക് സേഫ്റ്റിയുടെ കാര്യമെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതിങ്ങനെ ഇതെങ്ങനെയാന്നൊക്കെ ചെയ്യുന്നത് ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ പ്ലെയിൻ ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുലുക്കത്തിലാണ് ഇത് പൊങ്ങുന്നത്. സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ഈ കാരണമായിരിക്കും. നല്ലപോലെ നമ്മള് നല്ല പ്ലെയിൻ പോകുമ്പോ അറിയില്ല സാധാരണ എങ്ങനെയാണെന്ന്. അത്യാവശ്യം നല്ല ഇതായിട്ടാണ്, നല്ല കുലുക്കമുണ്ട് പ്ലെയിനിന്. സീറ്റ് ബെൽറ്റ് കൺഫേം ആയിട്ട് ഇടാൻ പറഞ്ഞപ്പോ ഉണ്ട്. ഭയങ്കര കട്ടറാന്ന് തോന്നുന്നു, എയർ കട്ടർ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാന്ന് തോന്നുന്നു കുലുങ്ങുന്നത്. നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ഫുഡ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ നോൺ വെജ് ആണ് പറഞ്ഞത്. നമ്മുടെ മിൽമയുടെ കർഡുണ്ട്, പിന്നെ ഒരു സൈസ് കേക്ക് വരുന്നുണ്ട്. പിന്നെന്താണ്, പിന്നെ ഒരു ബന്നുണ്ട്, ബന്ന് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ബട്ടർ. ഇതിനകത്തൊരു കുറച്ച് സ്പൂണും നൈഫും അതുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഈ കേക്ക് അടിപൊളിയായിട്ടോ. ബാക്കി എല്ലാത്തിനും ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. കേക്ക് അടിപൊളിയായിരുന്നു. അപ്പൊ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഒരു കാപ്പി തരുന്നുണ്ട് കുടിക്കാനായിട്ട്. അപ്പൊ ഇനി ഡൽഹിയിൽ ഇറങ്ങിയിട്ട് ബാക്കി പരിപാടി കാണാം. ബൈ.